വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് വിദേശത്തു നിന്ന് വോട്ട് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുന്നതിൽ തടസ്സമെന്തെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. സർക്കാർ ജീവനക്കാർക്കും സൈനികർക്കുമുള്ള ഇ പോസ്റ്റൽ സൗകര്യം പ്രവാസികൾക്ക് അനുവദിക്കാത്തത് കേന്ദ്രം വിശദീകരിക്കണം. പ്രവാസികൾക്ക് അനുകൂലമായി ചട്ടം ഭേദഗതി ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. ഗൾഫ് കറൻസികൾക്കെതിരെ ഡോളർ കരുത്താർജിച്ചതോടെ സ്വർണ്ണ വിപണിയിലും ഉണർവ്. സ്വർണ്ണവില 5 മാസത്തെ കുറഞ്ഞ നിരക്കിൽ. ഇന്ത്യയിലെ നോട്ട് പിൻവലിക്കൽ പ്രവാസികളെയും സ്വർണ്ണ വിപണിയിലേക്ക് ആകർഷിക്കുന്നു. അന്തോക്യ മലങ്കര ബന്ധം ഉലയുന്നു. ബസേലിയോസ് തോമസ് പ്രഥമൻ വിദേശ ഭദ്രാസനങ്ങളിൽ ഇടപെടരുതെന്ന് പാത്രിയാർക്കീസ് ബാവയുടെ ഉത്തരവ്. കത്തോലിക്ക ബാവയുടെ അധികാര പരിധി ഇന്ത്യ മാത്രമാണെന്ന് പാത്രിയാർക്കീസ് ബാവ. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. ഉത്തരവിറങ്ങിയ കാര്യം അന്തോക്യ ബാവ സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രവാസികൾക്ക് വിദേശത്തു നിന്ന് തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കാത്തതിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടി. സർക്കാർ ജീവനക്കാർക്കും സൈനികർക്കും ഇ പോസ്റ്റൽ സൗകര്യം അനുവദിച്ചപ്പോൾ പ്രവാസികളെ ഒഴിവാക്കുന്നതിന്റെ കാരണമെന്തെന്ന് കോടതി ചോദിച്ചു. ഇ പോസ്റ്റൽ വോട്ടിന് അനുമതി നൽകാൻ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടികൾ എവിടെ എത്തിയെന്നും കേന്ദ്രം വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തി തപാലിലൂടെ തിരിച്ചയക്കുന്ന സംവിധാനത്തിലൂടെ പ്രവാസികൾക്ക് വോട്ടുറപ്പാക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശകൾ നിലനിൽക്കെയാണ് ഒക്ടോബർ ആദ്യം പ്രവാസികളെ ഒഴിവാക്കി സർവീസ് വോട്ടർമാർക്ക് മാത്രം ഈ തപാൽ വോട്ടിംഗ് സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇത് ചോദ്യം ചെയ്ത് പ്രവാസിയായ ഡോക്ടർ വി പി ഷംസീർ നൽകിയ പുതിയ അപേക്ഷ പരിഗണിച്ചാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള കാലതാമസത്തിന്റെ വിശദീകരണം തേടിയത്. പ്രവാസികൾക്ക് ഈ തപാൽ വോട്ടിംഗ് കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ സർക്കാർ പ്രവാസികളെ അവഗണിക്കുകയാണെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. ചട്ടങ്ങൾ ഭേദഗതി ചെയ്താണ് സർവീസ് വോട്ടർമാർക്ക് തപാൽ വോട്ടിന് സൗകര്യമൊരുക്കിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും കോടതിയെ അറിയിച്ചു. പ്രവാസികളെ പ്രത്യേക വിഭാഗമായി പരിഗണിച്ച ഇതേ സൗകര്യം നൽകണമെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യണം. കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ തുടർ നടപടി എടുക്കേണ്ടതെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് പ്രവാസികളെ ചട്ടഭേദഗതിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ 4 ആഴ്ചക്കകം വിശദീകരണം നൽകണമെന്ന് കേന്ദ്രത്തോട് ചീഫ് ജസ്റ്റിസ് TS താക്കൂറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഉത്തരവിട്ടത്. മീഡിയ വൺ, ഡൽഹി. ഈ വാർത്തയോട് പ്രതികരിക്കാൻ ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ബഷീർ ഉളിയിലും സാമൂഹ്യ പ്രവർത്തകൻ KL ഗോപിയും ദുബൈയിൽ നിന്ന് ചേരുന്നു. ആദ്യം ബഷീർ ഉളിയിലേക്ക്. ശ്രീ ബഷീർ ഉളിയിൽ, ഏറെ നാളായി പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യമാണ് ഈ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അനുമതി നൽകണമെന്ന്, അതിനുള്ള ഒരു വഴി ഒരുക്കി നൽകണമെന്ന്. ഇത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ എത്രത്തോളം പ്രവാസികൾക്ക് പ്രതീക്ഷ പകരുന്നതാണ്? കോടതിയുടെ ഇടപെടൽ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, കോടതി സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ഗവൺമെന്റ് അതിന് സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ വിഷയത്തിൽ ഇതുവരെ തുടർന്ന് വന്നിട്ടുള്ളത്. നിലവിലുള്ള ഈ ചോദ്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഗൾഫിലുള്ള പ്രവാസികൾ മൊത്തത്തിൽ ഒരൊറ്റ സാഹചര്യമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഗൾഫ് പ്രവാസികൾ എന്ന് പറയുന്നത് നാട്ടുകാരെ പോലെ തന്നെ നാട്ടിന്റെ പ്രശ്നങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുകയും പൗരത്വം ഉപേക്ഷിക്കാതെ, പാശ്ചാത്യ നാടുകളിലെ പ്രവാസികളെ പോലെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റൊരു പൗരത്വം സ്വീകരിക്കാത്ത പ്രവാസികളാണ്. അപ്പോൾ സ്ഥിരമായി ഈ കോടതിയിൽ കേസ് വരുമ്പോൾ കോടതി വിശദീകരണം ചോദിക്കുന്നു, ഗവൺമെന്റ് സത്യവാങ്മൂലം നൽകുന്നു. എന്താ സത്യവാങ്മൂലം നൽകാൻ പോകുന്നത് ചോദിച്ചാൽ, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ്. ഗൾഫ് നാടുകളിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് സർക്കാർ സത്യവാങ്മൂലം കൊടുക്കാൻ പോകുന്നത്. ഇതെന്താന്ന് വെച്ചാല്, ഒരു ഗവൺമെന്റിനും ഈ മാറി മാറി വന്ന ഏത് സർക്കാർ ആവട്ടെ, അവർക്കാർക്കും ഗൾഫ് പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറുന്നതിനെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് 40-ലധികം രാജ്യങ്ങള് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്നുണ്ട്. ഇപ്പൊ ഇക്കഴിഞ്ഞ നവംബറിൽ അമേരിക്കൻ ഇലക്ഷനിൽ UAE-യിലുള്ള അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലെ എല്ലാ അമേരിക്കൻ എംബസികളിലൂടെയും അമേരിക്കക്കാരായ ആളുകൾ വോട്ട് ചെയ്തു, വളരെ നിശബ്ദമായി. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് സാധ്യമല്ല എന്ന ഒരു തെറ്റായ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിക്ക് നൽകുകയും അങ്ങനെ സുപ്രീം കോടതി അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുകയുമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്.
ശ്രീ ബഷീർ ഉളിയിൽ ഒരു കാര്യം കൂടി, ഇത്തരത്തിൽ സൈനികർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും മുതലായവർക്ക് ഇത്തരത്തിൽ അനുവദിച്ചു നൽകാമെങ്കിൽ പ്രവാസികൾക്ക് മാത്രമായിട്ട് ഈ പ്രായോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എത്രത്തോളം അംഗീകരിക്കാവുന്നതാണ്? പ്രായോഗിക തലത്തിൽ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയാം, പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഈ SSLC പരീക്ഷ, CBSE പരീക്ഷ, ആയിരക്കണക്കിന് കുട്ടികൾ ഒരു പ്രശ്നവും ഇല്ലാതെ വോട്ടുകൾ പരീക്ഷ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരിക്കലും ഒരു പ്രായോഗികമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് വളരെ രഹസ്യമായി നടക്കേണ്ട സംഗതികളാണ്. അതുപോലെ എല്ലാ രാജ്യങ്ങളും ജനാധിപത്യം നിലനിൽക്കുന്ന അമേരിക്ക അടക്കമുള്ള ഞാൻ പറഞ്ഞു, പൂർണ്ണ ജനാധിപത്യമോ അർദ്ധ ജനാധിപത്യമോ നിലനിൽക്കുന്ന ലോകത്തിലെ 40 രാഷ്ട്രങ്ങളിലെ പൗരന്മാർ ഗൾഫ് നാടുകളിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയ സാഹചര്യത്തിൽ ഇപ്പം ഇന്ത്യ ഗവൺമെന്റിന് തന്നെ വളരെ എളുപ്പം പോസ്റ്റർ വോട്ടൊന്നും ആവശ്യമില്ല. ഇപ്പൊ പാസ്പോർട്ടൊക്കെ ഓൺലൈനാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ചെയ്യുന്നത് പഴയ പോലെ കൈകൊണ്ട് എഴുതിയിട്ടല്ല, എല്ലാ പാസ്പോർട്ടും ഓൺലൈനിലാണ്. അപ്പം ഓരോ പാസ്പോർട്ട് ഹോൾഡറിനും ഒരു പാസ്വേഡും ഒരു ഇതും വെച്ചാൽ വോട്ട് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം, പോസ്റ്റലൊന്നും ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് പ്രവാസികൾ ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയാവുന്നതിന് ഇപ്പൊ തന്നെ ജനാധിപത്യത്തെ തന്നെ പയ്യെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിൽ വീണ്ടും ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തി, പ്രത്യേകിച്ചും ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള പൗരബോധമുള്ള ഗൾഫിലെ പ്രവാസികളായ ഇന്ത്യക്കാർക്ക് ഈ വോട്ടവകാശം നൽകുന്നതിന് താല്പര്യമില്ല എന്നതാണ് ഇതിന്റെ വളരെ ലളിതമായ ഉത്തരം. അതുകൊണ്ട് സുപ്രീം കോടതി വിശദീകരണം ചോദിക്കുകയും ഗവൺമെന്റ് മറുപടി നൽകുകയും ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. മറിച്ച് വളരെ കർശനമായി കോടതി ഇടപെടുകയും ഇത് പൗരാവകാശത്തിന്റെ നിഷേധമാണ്. യഥാർത്ഥത്തിൽ പൗരാവകാശത്തിന്റെ നിഷേധമാണ്. പാസ്പോർട്ട് ഉള്ളിടത്തോളം കാലം, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ഗൾഫിലുള്ള പ്രവാസികൾ നാട്ടിലെ ആളുകളെ പോലെ തന്നെയാണ്. ഇപ്പോ അന്യദേശ തൊഴിലാളികളെ മാതിരി തന്നെയാണ് ഗൾഫിലെ പ്രവാസികൾ. നമ്മൾ മറ്റ് പാശ്ചാത്യ നാടുകളിലെ ഇന്ത്യക്കാർ, ഇപ്പൊ ഇന്ത്യയിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ ഈ അമേരിക്കയിലും മറ്റൊക്കെ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് മറ്റു ദേശീയത സ്വീകരിച്ച്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അങ്ങനെയുള്ള അന്യദേശ തൊഴിലാളികളെ പോലെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഇവർക്ക് വോട്ടവകാശം നൽകാൻ ഇപ്പോഴത്തെ സർക്കാരിനും ഇതിനു മുമ്പത്തെ സർക്കാരുകൾക്കും ആഗ്രഹമില്ല, അതിനുള്ള ഇച്ഛാശക്തിയില്ല, താല്പര്യമില്ല എന്നതാണ് ഇതിന്റെ വളരെ ലളിതമായ ഉത്തരം. ശ്രീ ബഷീർ ഉളിയിൽ തുടരുക. KL ഗോപി കൂടിയുണ്ട്, സാമൂഹ്യ പ്രവർത്തകൻ. ശ്രീ KL ഗോപി, എന്താണ് ഇത്തരത്തിൽ ഒരു വോട്ടവകാശം അനുവദിച്ച് ലഭിക്കാത്തതിൽ പ്രവാസികളുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദമില്ലായ്മയാണോ, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രവാസി സംഘടനകളുടെ ഇടപെടൽ ഫലപ്രദമല്ലെന്ന് കരുതുന്നുണ്ടോ? അല്ല, പ്രവാസി സംഘടനകൾക്ക് ഇവിടെ നിന്ന് ഇടപെടാൻ കഴിയുന്ന വിധത്തിലൊക്കെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു പ്രൊസീജിയറൽ ഫംഗ്ഷൻ കുറെ കാര്യങ്ങളിൽ കൃത്യത വരുത്താറുണ്ട് ഗവൺമെന്റ്. മുന്നകൂട്ടി തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതി, ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റി പ്രവാസികളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് സൂക്ഷ്മമായിട്ട് വിലയിരുത്തി ഒരു പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കണം എന്നാണ് ആദ്യം തൊട്ട് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. ഈ തുടക്കത്തിൽ ഞാൻ തന്നെ പലവട്ടവും ഇതിന്റെ കാര്യങ്ങൾ ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കുപോക്കിനോ അല്ലെങ്കിൽ ഒരു നടപടിക്കോ ആരുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ശ്രമം ഉണ്ടാവാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രായോഗികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രയാസമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ എന്ന രീതിയിൽ സംശയമുണ്ട്. അപ്പൊ അത് മാത്രമല്ല, അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഗവൺമെന്റ് ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇക്കാര്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ആസ്പദമായിട്ടുള്ള രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതിന്റെ ഒരു ചർച്ച നടന്നിട്ടുണ്ടാവുമല്ലോ. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്താണ് നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടി അറിയാനുണ്ട്. ഇപ്പൊ ബന്ധപ്പെട്ട ജനപ്രതിനിധി സഭകളിലൊന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ഇപ്പൊ ചെറിയൊരു സമയത്തിന്റെ ഉള്ളിൽ ഗവൺമെന്റിനോട് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ മുന്നൊരുക്കങ്ങളൊന്നും നടത്താതിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ പരമാവധി വലിച്ചു നീട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഇത് വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ആ സാഹചര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി പ്രവാസികളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രവാസികളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കലോ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ട് വരികയാണ് ഇപ്പൊ ചെയ്യുന്നത്. ശ്രീ ഗോപി, ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രവാസികൾക്ക് ഈ ഒരു വോട്ടവകാശം ലഭിക്കുന്നതോടെ
അവരുടെ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. യാത്രാ പ്രശ്നം ഉൾപ്പെടെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നാണ് കരുതുന്നത്. അത്തരത്തിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മാറരുത് എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇടപെടൽ ഉണ്ടാവുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അല്ല, ആ തരത്തിൽ പറയാൻ കഴിയില്ല. ഇതിലൊക്കെ പ്രൊസീജിയറലായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്, അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് വിലയിരുത്താൻ കഴിയാവുന്ന വിധത്തിൽ ഒരു ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ആ ശ്രദ്ധ പല കാര്യങ്ങളിലും നടക്കുന്നില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് തന്നെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു കൃത്യതയില്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് ഈ ഭരണത്തിന്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്നതിലുള്ള ഒരു പ്രയാസം നേരിടുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ തന്നെ ഈ നോട്ട് നിരോധനത്തിലൂടെ വന്നത്. ശാസ്ത്രീയമായിട്ട് ഒരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാതെ പിന്നെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ ശാഠ്യം പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി, ആ സ്ഥിതി ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗവൺമെന്റ് അതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ശരിയായിട്ടുള്ള രീതിയിൽ ചലിപ്പിക്കുന്നില്ല. ഇവിടെ പരാജയം ഗവൺമെന്റിന്റേതാണ്. ഗവൺമെന്റ് വേണ്ട തരത്തിൽ അതിന്റെ കമ്മിറ്റികൾ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും. ശ്രീ ഗോപി, മറ്റു രാജ്യങ്ങളെല്ലാം ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് മാത്രം എന്താണ് പ്രത്യേകത? അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേക രീതി അനുസരിച്ചിട്ട് ഇതിലൊരു പ്രത്യേക നിയമനിർമ്മാണ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനൊരു ഓർഡിനൻസും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്, ഭേദഗതി വരുത്തേണ്ടതുണ്ട്. അപ്പൊ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ സമഗ്രമായിട്ടുള്ള ഒരു കുടിയേറ്റ പരിഷ്കരണം, നിയമ പരിഷ്കരണം ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ട് വരികയാണ്. ആ നിയമപരിഷ്കരണം ആവശ്യമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ 2 or 3 കടലാസിൽ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റി അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തണം. ആലോചനകൾ നടത്താതെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ആലോചന ഇല്ലായ്മയുടെ പ്രശ്നമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആളുകൾക്കുള്ള ആശങ്കയും അത് തന്നെയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞത് നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ആശങ്ക വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എന്ത് ചെയ്യേണ്ടതാണ് ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റിന് തന്നെ ധാരണയില്ല. ആ ധാരണയില്ലാത്തതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അത് ചർച്ച ചെയ്യുന്നില്ല. ആ ചർച്ച ചെയ്യാതിരിക്കലാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് ഗവൺമെന്റിനെതിരെയായിട്ടാണ് പ്രതിഷേധം നടത്തേണ്ടത്. അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് ഇതിൽ ഫലപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ബന്ധപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ അതുപോലെ തന്നെ മറ്റു ആളുകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇതിലെന്താണ് പരിഹാരം എന്നുള്ളത് ശാശ്വതമായിട്ട് കാണുക എന്ന് മാത്രമേ അതിനൊരു വഴിയുള്ളൂ. ഇതിപ്പോ അപരിഹാര്യമായിട്ടുള്ള ഒരു പ്രശ്നമൊന്നല്ല. ഇത് വളരെ ലളിതമായിട്ടുള്ള വിഷയമാണ്. മറ്റ് നിരവധി രാജ്യങ്ങൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേക രീതി അനുസരിച്ചിട്ട് ഇതിൽ ചില നിയമനിർമ്മാണങ്ങൾ ആവശ്യമുണ്ട്. ആ നിയമനിർമ്മാണങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന് ഗവൺമെന്റ് ആലോചിച്ച് അതിന്റെ കൂടിയാലോചന നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ സ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ വേറെ വഴിയില്ല. നന്ദി ശ്രീ കെ എൽ ഗോപി. ബഷീർ ഉളിയിലേക്ക് ഒരിക്കൽ കൂടി. ബഷീർ ഉളിയിൽ ഈ വോട്ട് സംവിധാനമല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ പ്രവാസി വോട്ടവകാശം നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഈ വോട്ടിംഗ് അല്ലാത്ത നിലക്കുള്ളതാണ് തപാൽ വോട്ടിംഗ്. തപാൽ വോട്ടിങ്ങിന് ഇത്രയധികം ആളുകൾ തപാൽ വോട്ടിങ്ങിനുള്ള സാധ്യതകൾ എന്താ വെച്ചാൽ ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ സങ്കീർണമായ SSLC CBSE പരീക്ഷകൾ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് നടത്തുന്നു. ഇതൊരു ദിവസം കൊണ്ട് നടത്തേണ്ടുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് പിന്നെ വളരെ പ്രൊസീജിയർ പരമായിട്ടുള്ള യാതൊരു തടസ്സവും ഇതിനില്ല. ഭരണഘടനയും തടസ്സമല്ലല്ലോ. കാരണം ഭരണഘടനയിൽ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പൗരന്റെ മൗലികമായ അവകാശമാണ്. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലെടുത്തോളം കാലം ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരാൾക്ക് അയാൾ എവിടെ ആയാലും അയാൾക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കണം. അപ്പം ഭരണഘടന ഇതിൽ കക്ഷിയല്ല. പിന്നെ ഉള്ളത് ജനപ്രാതിനിധ്യ നിയമമാണ്. ഇത് പാർലമെന്റിൽ ജനപ്രാതിനിധ്യ നിയമത്തിലൂടെ പ്രവാസികൾക്ക്, അതായത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാത്ത എല്ലാ ഇന്ത്യക്കാർക്കും ലോകത്തിന്റെ അതാണ് ഫിലിപ്പൈൻസിലുള്ള നിയമം. അതാണ് ലോകത്തിലുള്ള ഏത് മുക്കിലും മൂലയാണ് അവർക്ക് വോട്ടവകാശം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം എന്നതാണ് ലോകത്ത് നിലനിൽക്കുന്ന നിയമം. അപ്പൊ അത് ഇന്ത്യക്ക് നടപ്പിലാക്കാൻ പ്രയാസമില്ല എന്ന് പറയാൻ കാരണം പണ്ടത്തെ പോലെ പോസ്റ്റലും കത്തെഴുതുന്നതല്ല, ഓൺലൈനാണ്. ഇപ്പൊ പാസ്പോർട്ട് പുതുക്കാൻ തന്നെ കോഴിക്കോട് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇവിടുന്ന് അത് അവിടെ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്ക് ഈ വോട്ടിംഗ് തന്നെ ഒരാൾക്ക് 2 വട്ടം ചെയ്യാൻ പറ്റാതെ വളരെ സൂക്ഷ്മമായി ചെയ്യാൻ പറ്റുന്ന ഈ വോട്ടിംഗ് ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാനുള്ള താല്പര്യമില്ല. ഒന്നുകിൽ അജ്ഞത നടിക്കുന്നു, അല്ലെങ്കിൽ
അവർ അജ്ഞരാണ്, അല്ലെങ്കിൽ അതിന് താല്പര്യം, അതിന് മുൻകൈ എടുക്കാനില്ല. അപ്പോൾ ഇതിനെന്താ ഒരു വഴിയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു രാഷ്ട്രീയം, ഇപ്പം നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു സാമ്പത്തിക സ്രോതസ് മാത്രമാണ്, അക്ഷയഖനിമാണ്. ഇലക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പരിപാടി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുക എന്നതിലപ്പുറം നമുക്ക് വേണ്ടിയുള്ള ഒരു സംഗതികളും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നില്ല. നമ്മളാണ് സാമ്പത്തിക നട്ടെല്ല് എന്നൊക്കെ പ്രവാസി ഭാരതീയ ദിവസങ്ങളിലൊക്കെ ഗൾഫിലെ പ്രവാസികളാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ നിലനിർത്തുന്നൊക്കെ ഘോരഘൂരം പ്രസംഗിക്കുന്നവർ തന്നെ അവരുടെ വളരെ പ്രാഥമികമായ അവകാശം പോലും വകവെച്ച് കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ നടത്തിപ്പ് സംബന്ധമായ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, നിയമനിർമ്മാണ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അങ്ങനെ ആ രൂപത്തിൽ പ്രവാസികളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ വളരെ ശക്തമായി പ്രവാസികൾ പ്രതികരിക്കുകയും നമ്മൾക്ക് നന്ദി ശ്രീ ബഷീർ ഉളിയിൽ. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പ്രവാസി വോട്ടിംഗ് സൗകര്യം ഒരുക്കാത്ത വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു. വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സാമൂഹ്യ നിരീക്ഷകനായ ബഷീർ ഉളിയിലും സാമൂഹ്യ പ്രവർത്തകനായ കെ.എൽ. ഗോപിയും ദുബൈയിൽ നിന്ന്. ഇനിയൊരു ഇടവേളയിലേക്ക്. വാർത്തകൾ തുടരുന്നു. യാക്കോബായ സഭയിൽ മലങ്കര അന്തോക്യ ബന്ധം വീണ്ടും ഉലയുന്നു. യാക്കോബായ സഭയുടെ അഖിലേന്ത്യാ പരമാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമന്റെ അധികാരപരിധി ഇന്ത്യയിൽ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി പാത്രിയാർക്കീസ് ബാവ ഇഗ്നേഷ്യസ് അഫ്രേം രണ്ടാമന്റെ ഉത്തരവ് പുറത്തിറങ്ങി. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്ന് സുറിയാനി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ സ്ഥിരീകരിച്ചു. ഇഗ്നേഷ്യസ് അഫ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയായി ചുമതലയേറ്റത് മുതലാണ് യാക്കോബായ സഭയിൽ അന്ത്യോക്യ മലങ്കര ബന്ധം വഷളായി തുടങ്ങിയത്. ഇംഗ്ലണ്ടിലെ യാക്കോബായ സഭയുടെ പള്ളികളുടെ ചുമതല നിലവിലെ ഇടുക്കി മെത്രാൻ സക്കറിയാസ് മാർ പീലക്സിനോസിനാണ്. ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കാൻ കത്തോലിക്ക ബാവയുടെ പിന്തുണയോടെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങൾക്കെതിരെ മാർ സക്കറിയാസ് പീലക്സിനോസ് പാത്രിയാർക്കീസ് ബാവയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് 2 മെത്രാപൊലീത്തമാരെ അന്വേഷണത്തിന് നിയോഗിച്ചു. ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. ഉത്തരവ് സ്ഥിരീകരിച്ച അന്ത്യോക്യ ബാവ ഇത് പുതിയ കാര്യമല്ലെന്നും വിശദീകരിച്ചു. There was recent circular 2-3 days ago about some issues in the diocese there, giving some advice to the clergy and to the council of the diocese of the Patriarchal Vicariate in England, but there is nothing about removing or confirming his eminence. Holiness, it is by you. I mean, that yes. The direction was given by yes. you. Okay. ബസേലിയസ് തോമസ് പ്രഥമന്റെ അധികാരപരിധി ഇന്ത്യ മാത്രമാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. 1980 ദമാസ്കസിൽ നടന്ന സഭയുടെ ആഗോള സുന്നഹദോസ് തീരുമാനം 2002 മലങ്കര സുറിയാനി ക്രിസ്ത്യൻ അസോസിയേഷൻ ബസേലിയോസ് തോമസ് പ്രഥമനെ ഇന്ത്യയുടെ മാത്രം കത്തോലിക്കയായി വാഴിച്ചത് 2002 സഭാ ഭരണഘടനയുടെ 20-ാം വകുപ്പ് എന്നിവ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. കുവൈറ്റ് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഇപ്പോൾ കുവൈത്തിൽ നിന്ന് മുനീർ അഹമ്മദ് ചേരുന്നുണ്ട്. മുനീർ, ഏത് സാഹചര്യത്തിലായിരുന്നു അന്തോക്യ ബാവയുടെ പ്രതികരണം? എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? അഷിത, കുവൈത്തിലെ 3 യാക്കോബ ഇടവകകൾ സംയുക്തമായി നടത്തുന്ന അപ്പോസ്തലിക് സന്ദർശനത്തിന്റെ ഭാഗമായാണ് പാത്രിയാർക്കീസ് ബാവ വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസം കുവൈറ്റിലെത്തിയത്. ഇന്നുച്ചക്ക് സന്ദർശന പരിപാടികൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം യാക്കോബായ സഭയുടെ അഖിലേന്ത്യാ പരമാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമനും പങ്കെടുത്തിരുന്നു. ബസേലിയോസ് തോമസ് പ്രഥമന്റെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട മീഡിയ വൺ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ വാർത്ത പുതിയ കാര്യമല്ലെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള യാക്കോബായ സഭകളുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവയാണെന്നും ഇക്കാര്യത്തിൽ ബസേലിയോസ് തോമസ് പ്രഥമന് പോലും അഭിപ്രായ വ്യത്യാസമില്ലെന്നും അന്തോക്യ ബാവ പ്രതികരിച്ചത്. അതേസമയം ബസേലിയോസ് തോമസ് പ്രഥമന് വിശ്വാസികൾക്കിടയിൽ, ലോകത്തെല്ലായിടത്തുമുള്ള യാക്കോബായ വിശ്വാസികൾക്കിടയിൽ ആത്മീയ അധികാരമുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് സഭാംഗങ്ങളുടെ കർത്തവ്യമാണ്. എന്നാൽ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇന്ത്യയിൽ മാത്രമാണ്. 3 ദിവസം മുമ്പ് ഇംഗ്ലണ്ടിലെ സഭാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ സഭാ നിയമങ്ങൾ പൊതുവായി പരാമർശിക്കുന്ന കൂട്ടത്തിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നും ബാവ വ്യക്തമാക്കി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഗൾഫിലും ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുമുള്ള യാക്കോബായ സഭകളുടെ മേലധ്യക്ഷന്മാരെ നിയമിക്കാനും പിൻവലിക്കാനും ഒക്കെയുള്ള പൂർണ്ണ അധികാരം പാത്രിയാർക്കീസ് എന്ന നിലയിൽ തന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണെന്നും അന്തോക്യ ബാവ വ്യക്തമാക്കി. അതേസമയം ഇക്കാര്യത്തിൽ ബസേലിയോസ് തോമസ് പ്രഥമനോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും പരിപാടിയുടെ സംഘാടകർ അത് തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ യാക്കോബായ പള്ളികളുടെ ചുമതല നിലവിൽ ഇടുക്കി മെത്രാൻ സക്കറിയാസ് മാർ ഫീലക്സിനോസിനാണ് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബസേലിയോസ് തോമസ് പ്രഥമൻ അതോടൊപ്പം മാത്യൂസ് മാർ അപ്രേം, ജോസഫ് മാർ ഗ്രിഗോറിയോസ്, മാത്യൂസ് മാർ തിമോത്തിയോസ്
എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അഷിത. യാക്കോബായ സഭയിൽ മലങ്കര അന്തോക്യ ബന്ധം ഉലയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ അന്തോക്യ ബാവയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് മുനീർ അഹമ്മദ് കുവൈത്തിൽ നിന്ന് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഡോളർ കരുത്താർജിച്ചതോടെ സ്വർണ്ണ വിപണികളിലും ഉണർവ്. ഗൾഫ് മേഖലയിലെ സ്വർണ്ണ വിപണികളിലും മികച്ച പ്രതികരണങ്ങളാണ് ദൃശ്യമായത്. പിന്നിട്ട 5 മാസത്തെ കുറഞ്ഞ നിരക്കിലേക്കാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. തുടർച്ചയായി 2ാം വാരത്തിലും സ്വർണ്ണവിലയിലുണ്ടായ ഇടിവ് ആഭരണ കേന്ദ്രങ്ങൾക്ക് മികച്ച അവസരമായി മാറുകയാണ്. ഇന്ത്യയിൽ 500, 1000 നോട്ടുകൾ പിൻവലിച്ച നടപടിയും സ്വർണ്ണവിപണിക്ക് തുണയായി. ഗൾഫ് മേഖലയിലെ ജ്വല്ലറികളിലും തിരക്ക് പ്രകടമാണ്. മികച്ച നിക്ഷേപമായി സ്വർണ്ണത്തെ അവതരിപ്പിച്ചതും ആഭരണ കേന്ദ്രങ്ങൾക്ക് തുണയായി മാറുകയാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാൻ തന്നെയാണ് സാധ്യത. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് പദത്തിൽ വരുന്നതോടെ സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഡോളറിന് വീണ്ടും കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. ന്യായമായും ഇത് സ്വർണ്ണവില വീണ്ടും കുറയ്ക്കാനും വഴിയൊരുക്കും. ഡോളർ സ്ട്രെങ്ത് ആകുന്നതോടുകൂടി സ്വർണ്ണത്തിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കപ്പെടുന്നതുകൊണ്ട് സ്വർണ്ണ വിലയിലുള്ള താഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോട്ട് റദ്ദാക്കലിനെ തുടർന്ന് നാട്ടിൽ വീട് നിർമ്മാണവും മറ്റും മാറ്റിവെക്കാൻ നിർബന്ധിതരായ പ്രവാസികളും സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് പണം മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലെ പ്രമുഖ ജ്വല്ലറി കേന്ദ്രങ്ങൾ. മീഡിയ 1 ദുബൈ. ഖത്തറിൽ സ്കൂളുകളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിക്കുന്ന കാര്യം സജീവമായി പരിഗണിച്ചു വരികയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. രക്ഷിതാക്കളുടെയും അക്കാഡമിക് വിദഗ്ധരുടെയും നിർദ്ദേശം പരിഗണിച്ച് ഇക്കാര്യത്തിൽ പഠനം നടന്നു വരികയാണ്. നഴ്സറി തലം മുതൽ 12 വരെയുള്ള ക്ലാസുകളുടെ സമയക്രമം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിലാണ് പ്രധാനമായും പഠനം നടക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് സമിതിയെ നിയമിച്ചു കഴിഞ്ഞതായും മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഓരോ ദിവസവും എത്ര പീരിയഡ്, ഒരു പീരിയഡിന് എത്ര സമയം, ഒരു ദിവസം എത്ര സമയം അധ്യയനത്തിന് നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമിതി പ്രധാനമായും പഠന വിധേയമാക്കുക. സമിതിയുടെ നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് തീരുമാനം പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയം ട്വിറ്ററിൽ വ്യക്തമാക്കി. കാറിനുള്ളിൽ മുൻവശത്ത് ടാബ്ലോണിൽ ടിഷ്യൂകൾ, പേപ്പറുകൾ തുടങ്ങിയ സാധനങ്ങൾ വെച്ചതിന് പിഴ ഈടാക്കിയെന്ന വാർത്ത സൗദി ട്രാഫിക് വിഭാഗം നിഷേധിച്ചു. ടാബ്ലോണിൽ സാധനങ്ങൾ വെച്ചതിന് 1500 റിയാൽ പിഴ ഈടാക്കിയെന്നായിരുന്നു സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. ചില്ലുകളിൽ കൂളിംഗ് ചെയ്യുന്നതാണ് നിയമലംഘനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ മികച്ച കലാ സാംസ്കാരിക മുദ്രകൾ ഒരുക്കി ഷാർജയിൽ ഇന്ത്യൻ ഫെസ്റ്റിവൽ. ഇതാദ്യമായാണ് ഷാർജ സർക്കാരിനു കീഴിൽ ഇന്ത്യൻ ഉത്സവത്തിന് വേദിയൊരുങ്ങുന്നത്. ഷാർജയിലെ ടൂറിസം കേന്ദ്രമായ അൽഖാൻ അൽകസ്ബയിൽ തുടരുന്ന ഉത്സവം കാണാൻ ധാരാളം പേരാണ് എത്തുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യത്തിനൊപ്പം തനത് വിഭവങ്ങൾ രുചിക്കാനും ഇവിടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജസ്ഥാനികളുടെ പരമ്പരാഗത നാടോടി നൃത്തമായ കച്ചിഗാടി ഉൾപ്പെടെ പല നൃത്തരൂപങ്ങളും അവതരിപ്പിച്ചുകൊണ്ടാണ് മേള ആളുകളെ ആകർഷിക്കുന്നത്. സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് ആളുകൾ ഉത്സവം കാണാനെത്തുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അവതരിപ്പിച്ച നൃത്തപരിപാടികളും കുട്ടികൾക്കായുള്ള മത്സരവും മേളയുടെ ഭാഗമാണ്. ആളുകൾക്ക് വേണ്ട രീതിയിൽ വള നിർമ്മിച്ചു കൊടുക്കുന്ന കേന്ദ്രത്തിനു പുറമെ കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, പരവതാനികൾ, പാത്രങ്ങൾ, നെയ്ത്തുകുട്ടകൾ തുടങ്ങി കരവിരുതിൽ ഇന്ത്യയുടെ കയ്യൊപ്പുള്ള ഒരുപിടി ഉൽപ്പന്നങ്ങളും മേളയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഭക്ഷണ വൈവിധ്യങ്ങളും മേളയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. വൈകിട്ട് 4:30 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ. മേള ശനിയാഴ്ച സമാപിക്കും. മീഡിയ 1 ഷാർജ. ഖത്തർ കേരളീയത്തോടനുബന്ധിച്ച് FCC ചർച്ചാവേദി സംഘടിപ്പിച്ച സാംസ്കാരിക പണിപ്പുരയ്ക്ക് സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ KEN നേതൃത്വം നൽകി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്കായാണ് 2 ദിവസത്തെ സാംസ്കാരിക പണിപ്പുര ഒരുക്കിയത്. FCC ഖത്തർ കേരളീയം സാംസ്കാരികോത്സവത്തിന്റെ 10ാമത് എഡിഷന്റെ ഭാഗമായാണ് ദോഹയിലെ തെരഞ്ഞെടുത്ത സാഹിത്യപ്രേമികൾക്കായി സാംസ്കാരിക പണിപ്പുര സംഘടിപ്പിച്ചത്. ഹിലാലിലെ FCC ഓഡിറ്റോറിയത്തിലും ബർവയിലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിലുമായി നടന്ന വർക്ക്ഷോപ്പിന് KEN നേതൃത്വം നൽകി. സാംസ്കാരിക ദേശീയത, സത്യവും മിഥ്യയും എന്ന തലക്കെട്ടിലാണ് ആദ്യ ദിവസം ചർച്ച നടന്നത്. പ്രവാസി മൂലധനവും കേരളീയ സാംസ്കാരിക പൊതുമണ്ഡലവും, പ്രവാസി സമൂഹം, വായന, എഴുത്ത്, ഫാഷിസ കാലത്തെ ബഹുസ്വര ഇടങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് 2ാം ദിവസം ചർച്ചകൾ നടന്നത്. ആശയവിനിമയത്തിന്റെ അഭാവത്തിൽ സാമൂഹിക രൂപീകരണം അസാധ്യമാണെന്നും കലർപ്പുകളുടെയും കലപിലകളുടെയും ഒത്തുചേരലാണ് സംസ്കാരത്തെ സർഗാത്മകമാക്കുന്നതെന്നും KEN പറഞ്ഞു. അതായത് സംവാദങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് വിചാരധീരതകളുടെ വളർച്ചയാണ്. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണനാണ് സാംസ്കാരിക പണിപ്പുര ഉദ്ഘാടനം ചെയ്തത്. FCC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. തൻസീം കുറ്റ്യാടി മോഡറേറ്ററായിരുന്നു. ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന പൊതുസമ്മേളനത്തിൽ FCCക്കുള്ള അക്ഷയ അന്തർദേശീയ പുരസ്കാരം പായിപ്ര രാധാകൃഷ്ണൻ സമ്മാനിക്കും. ദോഹയിലെ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കൂടൊഴിഞ്ഞ് ആകാശങ്ങളിലേക്ക് എന്ന നാടകത്തോടെയാണ് ഈ വർഷത്തെ ഖത്തർ കേരളീയത്തിന് സമാപനമാവുക. മീഡിയ 1 ദോഹ.
സൗദി എയർലൈൻസിന്റെ പഴയ വിമാനം കരമാർഗം കൊണ്ടുപോകുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. MD-90 എന്ന ഇനത്തിൽപ്പെട്ട വിമാനമാണ് ഭാഗങ്ങളായി അഴിച്ച ശേഷം ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് ട്രക്കിൽ കയറ്റി റിയാദിലേക്ക് കൊണ്ടുപോകുന്നത്. ആഭ്യന്തര വകുപ്പിന് കീഴിലെ പ്രത്യേക സുരക്ഷാ സേനയ്ക്ക് പരിശീലനത്തിനാണിതെന്ന് പറയപ്പെടുന്നു. മദീന, ഖസീം വഴിയാണ് വിമാനം റിയാദിലെത്തിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് സൗദിയിൽ റോഡ് മാർഗം ട്രക്കിൽ വിമാനം കൊണ്ടുപോകുന്നത്. ടൂറിസ്റ്റ് ഹോട്ടലാക്കി മാറ്റുന്നതിന് മദീനയിൽ നിന്ന് അബ്ഹയിലേക്ക് നേരത്തെ പഴയൊരു വിമാനം കൊണ്ടുപോയിരുന്നു. ഈ മാസം 25-ന് ദോഹയിൽ നടക്കുന്ന 15ാമത് ഏഷ്യൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായതായി ജനറൽ കൺവീനർ അറിയിച്ചു. ഇതുവരെ 2000-ൽ പരം രോഗികൾ ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഖത്തറിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കുന്നത് ഫ്രണ്ട്സ് കൾച്ചർ സെന്റർ, ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ എന്നിവർ സഹകരിച്ചാണ്. മുൻവർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം തുമാമയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരിക്കും ക്യാമ്പ് നടക്കുക. പെരിന്തൽമണ്ണ സ്വദേശി സൗദിയിലെ യാംബൂവിൽ അന്തരിച്ചു. യാംബൂവിലെ നഖാത്തി കോൺക്രീറ്റ് പ്രൊഡക്റ്റ് കമ്പനിയിൽ ജീവനക്കാരനായ ആലിപ്പറമ്പ് സ്വദേശി വിജയനാണ് താമസ സ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരിച്ചത്. 55 വയസ്സായിരുന്നു. വിജയൻ 25 വർഷമായി പ്രവാസിയാണ്. മിഡിൽ ഈസ്റ്റ് അവർ അവസാനിക്കുന്നു. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.